ബാളെടുക്ക് കാല് കുത്താ അതേ രക്ഷയുള്ളൂ. ഇനി അല്ലെ പിടിച്ചൊടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ചെറിയ 2 മക്കളുണ്ട്, അത് വിചാരിച്ച് ഞാൻ കാറിലേക്ക് കാലിട്ട് കൊത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഉള്ളിലേക്ക് കാലിട്ട് എന്തുകൊണ്ട് ഏഞ്ഞ് ജയിച്ചു. ഏച്ചൂർ കമാൽപീടികയിൽ ഇന്ന് പുലർച്ചെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പുലർച്ചെ 5 മണിയോടെ ബാംഗ്ലൂരിൽ നിന്നും ബസ്സിൽ എത്തിയ വ്യാപാരിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയും പണം കവരുകയും ചെയ്തു. 9 ലക്ഷം രൂപയാണ് കവർന്നത്. ക്രൂരമായി ഈ വ്യാപാരിയെ മർദ്ദിക്കുകയും ചെയ്തു. കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം വഴിയിൽ തള്ളിയിടുകയാണ് ചെയ്തത്. 9 ലക്ഷം രൂപ കവർന്നു. ഈ പണമടങ്ങിയ ബാഗ് ഈ സംഘം കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കാറിൽ 3-4 പേർ ഉണ്ടായിരുന്നു എന്നാണ് റഫീഖ് പറയുന്നത്. അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. വാളുകൊണ്ട് കാല് കൊത്തും എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് ബാഗ് വിട്ടുകൊടുക്കേണ്ടി വന്നത് എന്നാണ് കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന റഫീഖ് പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതാണ്. കമാൽപീടിക സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് ബസ് പോയ ഉടൻ തന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ തന്നെ ഒരു കാറ് വന്ന് 4 പേര് 3 പേരോ 4 പേരോ പുറത്തിറങ്ങി 2 ഡോറും മുന്നിലത്തെ വലിച്ചു കയറ്റി. ഞാൻ ഒരുപാട് ഞാൻ കൂക്കി. അപ്പാടും വായും എൻ്റെ കഴുത്തും പിടിച്ച് ഇതാക്കി. അതിനുശേഷം ശരീരത്തിൻ്റെ പകുതി ഭാഗം പുറത്തും പകുതി ഭാഗം ഉള്ളിലോ ഞാൻ ഒരുപാട് ശ്രമിച്ച്. ബാഗും എൻ്റെ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്, ഞാൻ തോളിലിട്ടിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് അവർ ബാളെടുക്ക് കാല് കുത്താ അതേ രക്ഷയുള്ളൂ. ഇനി അല്ലെ പിടിച്ചൊടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ചെറിയ 2 മക്കളുണ്ട്, അത് വിചാരിച്ച് ഞാൻ കാറിലേക്ക് കാലിട്ട് എന്താ ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ലാസ്റ്റ് ഒരുപാട് വേള പിടിച്ച് ഞാൻ അത്രയും ശ്വാസം മുട്ടി ഞാൻ ഇതായിനി പോയി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ എന്തോ ഇതിൽ പിന്നെ ആയുധം എടുത്തിട്ട് എന്തെല്ലോ കുത്തും പിടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൈക്കും ഇതെല്ലാം ഇവിടെ പരിക്കുന്നുണ്ട്. അതിലാടെ തട്ടി കുടലിൽ വരുന്നെടുക്കാൻ ഞാൻ തടുത്തി. അങ്ങനെ പിന്നെ മൂക്ക് നല്ല ബ്ലഡ് വന്ന് ഇതായി. അതൊന്നും അറിയുന്നില്ല ഞാൻ ഒന്നും. പിന്നെ ഞാൻ ഇറങ്ങുന്നത് പിന്നെ ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് എന്താ വേണ്ടുന്ന എടുത്തോ നിങ്ങൾ, എൻ്റെ തടിയെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ ഇല്ല, ഇനി അങ്ങനെ തന്നാലാവില്ല, തെളിവ് നഷ്ടപ്പെടുത്തണം, ഏതെങ്കിലും വലിയ കുണ്ടിലോ ഇല്ലോ ഇടണമെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പുറം ഇപ്പുറം ഇവർ പറയുന്നത്. പിന്നെയും ഞാൻ മലയാളം അപ്പാടും ഞാൻ അവിടുന്ന് പിന്നെ ഞാൻ എന്നെ കാറിൽ നിന്ന് ചവിട്ടി അങ്ങ് ഉന്തിയിട്ട് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് എണീക്കുമ്പോഴേക്ക് കാർ ഒരുപാട് മുന്നേ എത്തിന്. അതുകൊണ്ടൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇറക്കി വിട്ട സ്ഥലം എനിക്ക് തിരിയുന്നില്ല എന്താണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഞാൻ നടന്നേരം അവിടെ പാല് മേടിക്കാൻ വന്നവരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചാലും പറഞ്ഞു ഇത് കാപ്പാടാണെന്ന്. കാപ്പാട് ഏച്ചൂർ ഇതിലേ പോകുന്ന റോഡുണ്ട്, ഇത് ആ റോട്ടിന് എന്ന്. അവിടുന്ന് ഒരാളോട് പറഞ്ഞാൽ അവർ പറഞ്ഞ് വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി. ഇപ്പോൾ ചക്കരക്കല്ലേക്ക് ബസ് കിട്ടു. അന്നേരം ബ്ലഡെല്ലാം മറിയുന്നിങ്ങനെ. അപ്പോൾ അവിടെ പോയിട്ട് ആരും ബസ്സും വരുന്നില്ല, വണ്ടിയും നിർത്തുന്നില്ല. അങ്ങനെ ഞാനെന്ത് ചെയ്ത് ഒരു ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് പരാതി കൊടുത്തിട്ട് നേരെ ഇവിടെ വന്നു. എൻ്റെ കയ്യിൽ 9 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അത് ഫുള്ളെടുത്ത് പോയി. പിന്നെയും എൻ്റെ ശരീരത്തിൽ വേറെ എവിടെ ഒളിപ്പിച്ചിനെന്നുള്ള ഇതിൽ ശരീരം മൊത്തം ബെൽറ്റെല്ലാം കഴിച്ച് ഷെഡിൻ്റെ ഉള്ളിൽ വരെ കൈയിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ അടുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പൈസ ഞാൻ ബാങ്കിൽ കുറച്ച് സ്വർണവും കാര്യമെല്ലാം ഉണ്ട്, അങ്ങനെ സുരക്ഷിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. 10-15 ലക്ഷത്തിൻ്റെ പൊന്നുണ്ട്, ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. വേറെ ആളോടെല്ലാം മേടിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അത് ബാങ്കിലല്ല ക്യാഷാണ് തന്നത്. അത് ബാങ്കിലിടാൻ പറ്റാതെ വരുന്നതല്ല എന്നുള്ളതിൽ ഞാൻ അങ്ങനെ എടുത്ത് വന്നതാണ്. ബാംഗ്ലൂർ എനിക്ക് ഷോപ്പാണ്, ബേക്കറിയും കൂൾബാറെല്ലാമായിട്ട് 10 വർഷമായി ഞാൻ ബാംഗ്ലൂരിൽ. ഇപ്പോൾ ഇതറിയുന്ന ആൾക്കാരല്ലാണ്ട് അവിടെ ആ സമയത്ത് വരും. എനിക്ക് അവരെ സൗണ്ടിലൊന്നും പരിചയമായിട്ട് തോന്നിയിട്ടില്ല. മുഖംമൂടിൻ്റെ ഒരുത്തൻ്റെ മുഖംമൂടീൻ്റെ ഇത് മാസ്ക് എന്തോ മുഖംമൂടി അവിടെ വീണിട്ടുണ്ട്. എൻ്റെ ചെരുപ്പും എല്ലാം റോട്ടിലാണ് ഉള്ളത്.
അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കയ്യോറിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരത് സംശയിക്കാൻ ഞാൻ സംശയിക്കാനൊന്നുമില്ല ആരും. അയ്യോ ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല ഇതിൽ അങ്ങനെ പോകുന്നത് നമ്മളെ നാട്ടിലായിക്കോട്ടെ അവിടെ ആയിക്കോട്ടെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരുമായിട്ട് പോകുന്ന അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ഇടയ്ക്ക് വരുന്നത്, ഞാൻ വരുന്നതും പോകുന്നതാണ്. പക്ഷേ പൈസ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. 10 വർഷമായി. അല്ലല്ല, സ്വന്തമായിട്ടുള്ളത്. ബസ് ഇറങ്ങിയിട്ട് എനിക്ക് മുറിച്ച് കിടക്കണം അപ്പുറം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അത് മുറിച്ച് കിടക്കാനുള്ള ഒരു കാലിങ്ങനെ വെക്കുമ്പം തന്നെ ഇവർ കാറാണ്. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടേക്ക് ഈ കാറാണ് മുന്നിലുള്ള, അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ പിടിവലി തുടങ്ങി. പിന്നെ എന്നോട് പറയുന്നത് നീ എന്തിനാടാ ഇവിടുന്ന് വിളിക്കുമ്പം നേരെ കയറിയാൽ പോരെ, മലം പിടിച്ചിട്ട് ഇതാക്കണോ എന്നും പറഞ്ഞിട്ടാണ് അടി എന്ന് പറഞ്ഞാൽ അടി. പിന്നെ വന്നത് ഇപ്പോൾ ഞാൻ എന്താ സാറേ പറയാത്ത, പോലീസെല്ലാം വന്നെല്ലാം പോയി. എല്ലാം ഉള്ളത് ഇതുപോലെ പോലീസ് പറഞ്ഞ് കണ്ടാൽ ആളെ തിരിയാൻ പറ്റും, ആളെ കണ്ടാൽ ഇതാക്കുക. പക്ഷേ ബസ് പോയ ഉടൻ തന്നെ ആ വണ്ടിയാണ് വന്നത്. വേറെ ഒരു വണ്ടി അതിലൊക്കെ കടന്നു പോയിട്ടില്ല. ഇല്ല, ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ബ്ലാക്കാന്ന് എനിക്ക് എൻ്റെ ബലമായ സംശയം, ബ്ലാക്ക് എന്നാണ്. ശരീരത്തിലെന്ന് പറഞ്ഞാൽ നാവിക്ക് ഭയങ്കര വേദന ഉണ്ട്. നാവിക്ക് പിടിച്ച് കുത്തിന്, പിന്നെ കൈ ഫുള്ള് വേദനയാണ്. പിന്നെ മൂക്കിൽ ഇവിടെ തൊടാൻ കഴിയുന്നില്ല, ബ്ലഡ് വന്ന് നല്ല ഇതായിട്ട്. ആയുധമുണ്ട്, കയ്യിലുണ്ട്. കൊത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഉള്ളിലേക്ക് കാലിട്ട് എന്തുകൊണ്ട് ഏഞ്ഞ് ജീവിച്ച്. ഇത്രയുള്ളൂ സാർ, വേറെ ഒന്നും പറയാം. വിതുമ്പിക്കൊണ്ടാണ് റഫീഖ് ആ നടന്ന സംഭവങ്ങൾ ഞങ്ങളോട് വിവരിച്ചത്. ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. അതായത് ഈ റഫീഖിനെ ഈ സംഘം പിന്തുടർന്നു എന്ന് വേണം കരുതാൻ. റഫീഖിന് ഈ സംഘത്തെക്കുറിച്ച് കാര്യമായ അറിവുകളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ ബിസിനസ് പങ്കാളിത്തം ഉള്ള ആളല്ല റഫീഖ്. ബാംഗ്ലൂരിൽ സ്വന്തമായാണ് ബേക്കറിയും ജ്യൂസ് കടയും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ബിസിനസ് പരമായ ഒരു തർക്കവും ബാംഗ്ലൂരിൽ ഇല്ല എന്ന് റഫീഖ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ആര് എന്നതിനെക്കുറിച്ച് അന്വേഷണം ചക്രക്കൽ പോലീസാണ് നടത്തുന്നത്. ചക്രക്കൽ പോലീസ് CCTV ക്യാമറകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. കറുത്ത ഒരു കാർ എന്നാണ് റഫീഖ് പറയുന്നത്. മലയാളത്തിലാണ് ഈ കാറിലുണ്ടായിരുന്ന ആളുകളൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഇതിന് പിന്നിൽ ആര് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ്. റഫീഖിന് ഈ സംഘത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് റഫീഖ്. എന്തായാലും ഇതേക്കുറിച്ച് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ചക്രക്കൽ പോലീസും പറയുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.